ഹായ്. നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റംസ് ആയിരുന്നു അല്ലേ. അതിൽ നമ്മൾ നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചു. അതിൽ നമ്പേഴ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ റീകളക്ട് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 5 അപ് ടു ഇൻഫിനിറ്റിയാണ്. പിന്നെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടി ആഡ് ചെയ്താൽ അത് ഹോൾ നമ്പേഴ്സ് ആകും എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6 അപ് ടു ഇൻഫിനിറ്റിയാണ്. ഇനി ഈ ഹോൾ നമ്പേഴ്സിൻ്റെ കൂടെ മൈനസ് കൗണ്ടർ പാർട്ട് നമ്പേഴ്സ് കൂടി ആഡ് ചെയ്താൽ അത് ഇൻറ്റിജേഴ്സ് ആവും. എന്ന് പറഞ്ഞാൽ 0 ഒരു വശത്ത് -1 -2 -3 അപ് ടു -ഇൻഫിനിറ്റി, മറുവശത്ത് +1 +2 +3 അപ് ടു +ഇൻഫിനിറ്റി. അതിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേറെ പഠിച്ചത് അതൊരു സിസ്റ്റം. പിന്നെ വേറെ ഒരു സിസ്റ്റം പഠിക്കുന്നത് റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സുമാണ്. റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എനി വാല്യൂ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് p/q വേർ p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതും റേഷണൽ നമ്പേഴ്സും ആവാം. അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് ഇതെല്ലാം തന്നെ റേഷണൽ നമ്പേഴ്സാണ്. എന്നാൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സും ഉണ്ട്, വാല്യൂസ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് √2 √3 π ഇതൊക്കെ തന്നെ. ഇതൊന്നും ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവയെ ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. ഈ റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സിനെയും കൂടി ഒന്നായിട്ടാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു നമ്പർ സ്കെയിൽ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ എല്ലാ റേഷണൽ നമ്പേഴ്സിനും ഇറേഷണൽ നമ്പേഴ്സിനും അവയുടേതായിട്ടുള്ള യുണീക്ക് പൊസിഷൻസ് ഉണ്ട്. തിരിച്ചു പറഞ്ഞാൽ നമ്പർ ലൈനിലുള്ള ഓരോ യുണീക്ക് പൊസിഷനും സ്റ്റാൻഡ്സ് ഫോർ ഓൺലി വൺ ആൻഡ് ഓൺലി വൺ പർട്ടിക്കുലർ റിയൽ നമ്പർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളും അതിനോടനുബന്ധമായ ചില കാര്യങ്ങളുമാണ് നമ്മൾ ഫസ്റ്റ് ഇയർ 9th സ്റ്റാൻഡേർഡിൽ നമ്പർ സിസ്റ്റംസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചത്. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് 10th ഫസ്റ്റ് ഇയറിൽ, ഐ മീൻ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററിൽ പഠിച്ചത്. അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ 10th CBSEയിൽ പഠിക്കുന്ന ഫസ്റ്റ് മാത്തമാറ്റിക്സ് ചാപ്റ്റർ ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിൽ. അവിടെ നമ്മൾ ഈ പറഞ്ഞ റേഷണൽ നമ്പേഴ്സും ഇറേഷണൽ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന റിയൽ നമ്പേഴ്സിൻ്റെ ചില അഡീഷണൽ ആസ്പെക്ട്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമുക്ക് ഒന്നുകിൽ പ്രൈം നമ്പർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് 2 ഫാക്ടർ ഉണ്ടെന്ന് പറയാം. ഒന്ന് 1, മറ്റേത് ഏതാണോ ആ പ്രൈം നമ്പർ അത് തന്നെ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ 2 3 5 7 11 13 ഇതൊക്കെ തന്നെ പ്രൈം നമ്പേഴ്സാണ് അല്ലേ. അതിന് എല്ലാം ഇപ്പോൾ 2 ആണെങ്കിൽ 1 × 2 2 എന്ന് പറയാം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും ആ രീതിയിൽ അല്ലേ. അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ 1 × 3 ആണ്. 11 എന്ന് പറഞ്ഞാൽ 1 × 11 ആണ്. അപ്പോൾ ഇതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ദേ ഡോണ്ട് ഹാവ് ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. നേരെ മറിച്ചിട്ട് ഇത് രണ്ടുമല്ലാതെ 3 അതിൽ കൂടുതലോ ഫാക്ടേഴ്സായിട്ട് നമുക്ക് ഒരു സംഖ്യയെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ അവയെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് 6നെ 1 × 2 × 3 എന്ന് എഴുതാം അല്ലേ. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ അത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു കോമ്പോസിറ്റ് നമ്പറും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവയെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ടാണ് അത് ഫാക്ടേഴ്സായി മാറുന്നത്. ഫാക്ടേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് മാറും. ഈ പ്രൈം നമ്പർ ഒരേ പ്രൈം നമ്പർ റിപ്പീറ്റ് ചെയ്ത് മാത്രം വരുന്ന കേസുകളുണ്ടാവാം. വ്യത്യസ്ത പ്രൈം നമ്പറുകൾ ഒരു തവണ മാത്രം വരുന്ന കേസുകളുണ്ടാവാം. വ്യത്യസ്ത പ്രൈം നമ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസുകളുണ്ടാവാം. ഇതൊക്കെ തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം ഇവിടെ കാണിക്കുകയാണ്. ഞാൻ റാൻഡമായിട്ട് 12,348 ഞാൻ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണല്ലോ.
ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള 1 പ്രൈം നമ്പർ അല്ല, അതിനു മുമ്പ് 0ഉം 1ഉം പ്രൈം നമ്പേഴ്സ് അല്ല, 1ൽ കൂടുതലായിരിക്കണം. പ്രൈം നമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് 1ൽ കൂടുതലായിട്ടുള്ളതിന് മാത്രമാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 2 തൊട്ടിട്ടേ പ്രൈം നമ്പർ തുടങ്ങുന്നുള്ളൂ എന്ന് ഓർക്കുക. പറഞ്ഞ മനസ്സിലല്ലോ. അപ്പോൾ ഈ 1നെ പ്രൈം നമ്പർ ആക്കി എടുക്കുക. പെട്ടെന്ന് നമുക്ക് 1ന് എന്താ കുഴപ്പം, 1 ഒരു പ്രൈം നമ്പർ അല്ലെന്ന് ചോദിച്ചാൽ 1നെ പ്രൈം നമ്പർ അല്ലാതെ തീരുമാനിക്കാൻ കാരണം, ഇപ്പം ഒരു ഉദാഹരണം, 2 സമമാണ് 2 × 1 × 1 × 1 × 1. അപ്പോൾ അങ്ങനെ അത് അനുവദനീയമാണെങ്കിൽ, അത് മാത്തമാറ്റിക്കലി ശരിയാണ്, അത് പ്രൈം നമ്പർ ഫാക്ടറൈസേഷന് നമ്പർ ഫാക്ടറൈസേഷൻ അനുവദനീയമാണെങ്കിൽ 2ന് നമുക്ക് പറയാം ഇൻഫിനൈറ്റ് പ്രൈം നമ്പേഴ്സിൻ്റെ കോമ്പോസിഷൻ ആണത്, അല്ലേ? 2 is a composite number composed of infinite prime numbers. എന്നല്ല, എല്ലാ നമ്പറുകളെയും നമുക്ക് × 1 × 1 × 1 ഇൻഫിനിറ്റി വരെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ നമ്പറുകൾക്കും, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇൻഫിനൈറ്റ് പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് വരും. അതോടുകൂടി നമ്പറുകൾ അവർക്ക് ലെവൽ ചെയ്ത് പോകും. എല്ലാത്തിനും ഇൻഫിനൈറ്റ് പ്രൈം നമ്പർ എന്നുള്ളൊരു കണ്ടീഷൻ വരും. അത് ശരിയല്ല. അങ്ങനെ ഒരു ക്രൈസിസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 1 പ്രൈം നമ്പർ അല്ല എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഗണിതശാസ്ത്ര ലോകം എത്തുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ തിരിച്ച് ഇതിലേക്ക് വരികയാണ്. 12,348 നമ്മൾ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 6 × 12, 1 2 2, 14, 7 × 14 2. അപ്പോൾ ഇതിൽ വീണ്ടും 2 പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3 2 6 0, 17 2 2 16, 1 ബാക്കി 14, 7 2 14. അപ്പോൾ 3 0 8 7. ഈവൺ നമ്പർ ആണെങ്കിൽ അതിൽ 2 പോകുന്നുള്ള ഉറപ്പാണ്. ഇതിലിപ്പോൾ ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 പോവില്ല എന്നറിയാം. അപ്പോൾ ഇതിൽ 3 പോവുകയെന്ന് അറിയാൻ ഡിജിറ്റുകൾ കൂട്ടി നോക്കുക. 8ഉം 7ഉം 15, 15ഉം 0, 15ഉം 3ഉം 8, 18. 18ൽ 3 പോവുമല്ലോ. അപ്പോൾ ഈ സംഖ്യയിൽ 3 പോവും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 3 3 0, 2 3 6, 27 9 3 27, 1029 കിട്ടി. അതിൽ 3 പോവെന്നാണ് വീണ്ടും നമ്മൾ 2 പോവില്ല എന്ന് ഉറപ്പാണ്. 3 പോകും നോക്കുക. 9 2 11. ഓൾറെഡി ഒരു സംഖ്യ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും അതിൽ പോവില്ല. അപ്പോൾ 2 ഓൾറെഡി വെരിഫൈ ചെയ്താൽ പിന്നെ കിട്ടാൻ പോണ ഒക്കെ ഓടായിരിക്കും, ഉറപ്പാണ്. അതിൽ 2ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ 9 10 കഴിയുന്ന 12, 12ൽ 3 പോവും. അതുകൊണ്ട് ഈ വാല്യൂവിൽ പോവും. 3 ഡിവൈഡ് ചെയ്തു. 3 3 9, 1 12ൽ 4 3 12, 9ൽ 3 3 4 3, അല്ലേ? ഇനി ഇതിൽ 2ഉം പോവില്ല 3ഉം പോവില്ല എന്ന് ഉറപ്പാണ്. പിന്നെ 3 പോവാത്തതിൽ പിന്നെ 6, 3 പോവില്ല, 4 പോവില്ല, 5 പോവില്ല, 6 പോവില്ല, 7 നോക്കി. 7 ഡിവൈഡ് ചെയ്തപ്പോൾ 49 തവണ പോവും എന്ന് കണ്ടു. 7 49 തവണ പോവും. അപ്പോൾ പിന്നെ നമുക്കറിയാം 49 പറഞ്ഞാൽ 7 × 7 ആണല്ലോ. അപ്പോൾ ഫാക്ടറൈസേഷൻ ട്രീ കംപ്ലീറ്റ് ആയി, അല്ലേ? വി റീച്ച് ദാറ്റ് ഐദർ ദ ടോപ്പ് ഓർ ദ ബോട്ടം ഓഫ് ഫാക്ടറൈസേഷൻ. അപ്പോൾ നമുക്ക് പറയാം 12 3 4 8 എന്ന് പറയുന്ന വാല്യൂ 2 × 2 × 3 × 3 × 7 × 7 ആണ്. അഥവാ 2² × 3² × 7³ എന്ന് നമുക്ക് അതിൻ്റെ ഫാക്ടറൈസേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അരിത്തമാറ്റിക് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആശയത്തെയാണ്. any composite number, this law states that any composite number can be expressed as the product of a set of prime numbers. Any composite number can be expressed as the product of a unique set of prime numbers which can differ only with respect to their order. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പറയുക, യുണീക്ക് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ വാല്യൂവിൻ്റെ യുണീക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ 2 2 3 2 3 3 7 ആയിരിക്കും. ഇതല്ലാതെ വേറൊരു സെറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഈ വാല്യൂവിന് പ്രൈം നമ്പറിൻ്റെ ഇതായിട്ട് ഫാക്ടറൈസ്ഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഈ സെറ്റ് യുണീക്കാണ്. ഈ വാല്യൂവിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രൈം നമ്പർ സെറ്റ് യുണീക്കാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചാലും
അമേരിക്കയിലുള്ള ആൾ കണ്ടുപിടിച്ചാലും യൂറോപ്പിലുള്ള ആൾ കണ്ടുപിടിച്ചാലും ഇത് തന്നെയാണ് വരിക. പക്ഷെ വേണമെങ്കിൽ ഓർഡർ മാറാം. ഇപ്പോൾ ഒരാൾക്ക് ആദ്യം 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ തോന്നിയെന്ന് പറയുന്നത് കരുതൂ. അപ്പോൾ അയാൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അത് 2 തവണ പോവും. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലെ പിന്നെ 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെന്ന് കരുതുക. അപ്പോൾ അയാൾക്ക് അത് 3 തവണ പോകുന്നതായി കാണും. അപ്പോൾ പിന്നെ വരുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് 2 തവണ എന്ന് കാണും. ഓർഡർ എങ്ങനെ മാറി മറിഞ്ഞ് ചെയ്താലും ഓർഡർ ക്യാൻ വാരി, ബട്ട് ദ സെറ്റ് റിമെയിൻ യുണീക്ക്. പറഞ്ഞ മനസ്സിലോ? ദിസ് ഇസ് ദ ഫണ്ടമെന്റൽ റൂൾ ഓഫ് അരിത്തമാറ്റിക് ദാറ്റ് എനി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി expressed as the product of a unique set of prime numbers which may vary only with respect to their order of presentation. പറഞ്ഞ മനസ്സിലായല്ലോ? ഇതിനെയാണ് ഫണ്ടമെന്റൽ റൂൾ ഓഫ് അരിത്തമാറ്റിക് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ കുറേ ഉദാഹരണങ്ങൾ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ കാണും ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കുറേ പ്രൈം നമ്പേഴ്സിലൊക്കെ കടന്നു പോകും. അവസാനം ഒരു പ്രൈം നമ്പർ റിമൈൻഡർ ആയിട്ട് വരും. അതിന് പിന്നെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചില കേസിൽ ആ അവസാനം കിട്ടുന്ന പ്രൈം നമ്പർ ചിലപ്പോൾ ഹ്യൂജ് സംഖ്യ ഇരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു ഹ്യൂജ് ഇപ്പോൾ 2 or 3 ഡിജിറ്റ് ഉള്ളതിൻ്റെ പ്രൈമറി ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്. എന്നാൽ ഹ്യൂജ് നമ്പർ ഉള്ളതുണ്ട്, അത് ആർക്കും അത്ര എളുപ്പമായിരിക്കില്ല. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് നമ്പറുകളുള്ള പ്രൈം നമ്പേഴ്സ് ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. അത് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്രത്തോളം പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് ഓർക്കേണ്ടത്. എവറി composite number can be expressed as the product of a unique set of prime numbers which can vary only with respect to their order. Okay? ഇനി ഈ സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റിലുള്ള ചോദ്യം തന്നെയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Can 4 to the power n where n any natural number end in 0? 4 to the power n എന്നുള്ള ഒരു വാല്യൂ 0-ൽ എൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? ക്യാൻ ബി എനി നാച്ചുറൽ നമ്പർ ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കുക 4 to the power n എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ 2 to the power 2 ആണ്. അപ്പോൾ 2 to the power 2 whole to the power n ആണല്ലോ അത് വരുന്നത്. 2 to the power 2 whole to the power n സമമാണ് 2 to the power 2n എന്ന് വരും. അപ്പോൾ 2 to the power of 2n എന്ന് പറഞ്ഞാൽ n നാച്ചുറൽ നമ്പർ ആണ്, 2n നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ നോക്കൂ ആ സീക്വൻസ് എങ്ങനെയാണ് പോണത് നോക്കൂ. ആദ്യം 2 അല്ലേ, പിന്നെ 2 into 2 4, പിന്നെ 2 into 2 into 2 8, 2 into 2 into 2 into 2 16, 2 into 2 into 2 into 2 into 2 32 അല്ലേ, ആൻഡ് സോ ഓൺ 64. അപ്പോൾ നോക്കൂ 2യുടെ നാച്ചുറൽ നമ്പർ പവറായി വന്നാൽ അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 2 4 8 16 32 64 128 256 എന്ന് പറഞ്ഞാൽ എൻഡിങ് നമ്പർ മാറുക 2 4 8 6 2 4 8 6 2 4 8 6 ഈവൺ അപ് ടു ദ ഇൻഫിനൈറ്റ് നാച്ചുറൽ നമ്പർ ആസ് പവർ ഇതേ റിപ്പീറ്റ് ചെയ്യുള്ളൂ. 0 വരുന്ന പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും ഈ വാല്യൂ 0-ൽ എൻഡ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി എപ്പോഴാണ് 0-ൽ എൻഡ് ചെയ്യാനുള്ള സാധ്യത? നമ്മൾ വാല്യൂവിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒരു 2ഉം ഒരു 5ഉം വരിക. 2 പ്രൈം നമ്പേഴ്സായിട്ട് 2ഉം 5ഉം വന്നാൽ അത് ഓരോന്ന് വീതം വന്നാൽ തന്നെ ഈ 2 into 5 10 എന്ന് വന്നു അല്ലേ, 2 into 5 10 എന്ന് വന്നു. അപ്പോൾ ഒരു 0 വന്നു. ഇനി ഇവിടെ എമ്മും എന്നും എന്ന് ജനറലായിട്ട് നമുക്ക് എഴുതാം. എം ആൻഡ് എൻ സെയിം ആവണമെന്നില്ല. എം ആൻഡ് എൻ ഇപ്പോൾ ഉദാഹരണം നോക്കൂ, 2 into 2 into 5 2 to the power of 2 into 5 to the power 1 ആണെങ്കിലോ ഇത് 2 4 4 into 5 20. അല്ല 2 to the power 1ഉം 5 to the power 2 ആണെങ്കിലോ 2 into 5 into 5 50 എന്ന് പറഞ്ഞാൽ ഒരു 2ഉം ഒരു 5ഉം കൂടി വന്നാൽ മാത്രമേ 0-ൽ എൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഇവിടുത്തെ ഫാക്ടറൈസേഷനിൽ അതിനുള്ള സാധ്യതയില്ല. 5 ഒരിക്കലും ഇവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല, പ്രൈം ഫാക്ടറായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാല്യൂ ഒരിക്കലും 0-ൽ എൻഡ് ചെയ്യില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി സമാനമായൊരു വേറൊരു ചോദ്യം. Can 6 to the power n where n any natural number end in 0? 4 to the power n വരെ 6 to the power n ആണെങ്കിൽ അത് 0-ൽ എൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നോക്കാം. 6
അതിൻ്റെ മൾട്ടിപ്പിൾസ് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്? 6 6 ഇൻറ്റു 6 36, 6 ഇൻറ്റു 6 ഇൻറ്റു 6 216, 6 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6 1296 എന്ന് പറഞ്ഞാൽ 6 എത്ര തവണ ഗുണിച്ചാലും അതിൻ്റെ എല്ലാ റിസൾട്ടിലും ടേം എൻഡിങ് നമ്പർ 6 തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ലോജിക്ക് വെച്ച് നോക്കിയാൽ ഒരിക്കലും അത് സീറോയിൽ എൻഡ് ചെയ്യില്ല. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ 6 to the power n എന്ന് പറഞ്ഞാൽ 2 to the power n ഇൻറ്റു 3 to the power n ആണ്. ഇതിൽ 2 to the power of n-ലും ഒരിക്കലും അത് സീറോയിൽ എൻഡ് ചെയ്യുന്നില്ല. 3 to the power n-ലും 3 to the power 1, 3 to the power 2, 3 to the power 3 ഇതിൽ 1 9 1 3 9 7 ഇതാണ്. നിങ്ങൾ പരീക്ഷ നോക്കിയാൽ അറിയാം. 3നെ 3 കൊണ്ട് വീണ്ടും വീണ്ടും ഗുണിച്ചാൽ എൻഡ് ചെയ്യുന്ന നമ്പറുകൾ ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. 1 3 9 7 എന്നുള്ളതാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കാരണവശാലും അവിടെ 5 എന്ന സംഖ്യ വരുന്നില്ല. 5 എന്ന സംഖ്യ വന്നാൽ മാത്രമേ 2 ഇൻറ്റു 5 5 ഒറ്റയ്ക്കല്ല, 5 ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യമില്ല. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താലും ഒരിക്കലും സീറോയിൽ എൻഡ് ചെയ്യില്ല. ഓക്കെ, 2 ഒറ്റയ്ക്ക് വന്നിട്ടും കാര്യമില്ല. എന്നാൽ ഒരു 2ഉം ഒരു 5ഉം മാത്രം വന്നാൽ മതി, സീറോയിൽ എൻഡ് ചെയ്യും. പിന്നെ 5ൻ്റെ എണ്ണമോ 2ൻ്റെ എണ്ണമോ കൂടിപ്പോയാലും കുഴപ്പമില്ല, ആ സീറോയിൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴും അവിടെ ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ 0 comes when 2 into 5 is equal to 10 എന്നുള്ളൊരു സിറ്റുവേഷൻ വരണം. അതുകൊണ്ട് ദാറ്റ് ഈസ് 2 and 5 ആർ ഫാക്ടേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് ആ വാല്യൂ സീറോയിൽ എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അതിനുള്ള സാധ്യതയില്ല, സാഹചര്യമില്ല. അതുകൊണ്ട് 6 to the power of n where n is any natural number cannot end in 0. ഓക്കെ, ഹായ്. ഇനി അടുത്ത ചോദ്യം സിമിലർ ടൈപ്പ് ആണ്. Can 11 to the power n where n is a natural number end in 8? 11ന് നമ്മൾ നാച്ചുറൽ നമ്പർ വട്ട് എവർ ബി ദാറ്റ് നാച്ചുറൽ നമ്പർ പവർ റൈസ് ചെയ്താൽ അത് 8ൽ എൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇതാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം 11 തന്നെ. 11 ഇൻറ്റു 11 121, 11 ഇൻറ്റു 11 ഇൻറ്റു 11 1331, 11 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 11 14641 എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താ? എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് 1ലാണ് എൻഡ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ അതിനുള്ള സാധ്യതയില്ല. ഇത് ഒരിക്കലും 8ൽ എൻഡ് ചെയ്യുന്ന സാധ്യതയില്ല. ഇനി നമുക്ക് ഒരു ജനറലൈസേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വാല്യൂ 1ൽ എൻഡ് ചെയ്യുന്ന വാല്യൂ ആണ് nth പവർ എടുക്കണമെന്ന് കരുതുക. അല്ലെങ്കിൽ 2ൽ എൻഡ് ചെയ്യുന്ന വാല്യൂ, 3ൽ എൻഡ് ചെയ്യുന്ന വാല്യൂ nth പവർ എടുത്ത് എൻ്റെ നാച്ചുറൽ നമ്പറാണ്. അതെങ്ങനെയൊക്കെ എൻഡ് ചെയ്യാം? അതിൻ്റെ റിസൾട്ട് വാല്യൂ എൻഡിങ് ഇൻ 1, വാല്യൂ എൻഡിങ് ഇൻ വിച്ച് നമ്പർ? nth പവർ ns. നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ nth പവർ എടുക്കുമ്പോൾ എന്തിൽ എൻഡ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ വാല്യൂ 1ലാണ് എൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏത് nth പവർ എടുത്താലും അത് 1ൽ തന്നെ എൻഡ് ചെയ്യും. ഇപ്പം നമ്മളിവിടെ കണ്ട മാതിരി. നേരെ മറിച്ച് 2ലാണ് എൻഡ് ചെയ്യണമെങ്കിൽ അതിന് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 വീണ്ടും 32 2ൽ എൻഡ് ചെയ്യുന്നു. ഈ 4 സംഖ്യകൾ മാറി മാറി വരും. 2 4 6 8 എന്നുള്ള ഈവൺ നമ്പേഴ്സ് ആണ് മാറി മാറി. ക്രമത്തിലായിരിക്കില്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ക്രമത്തിലല്ല വരുന്നത്. 2 4 6 8 ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. 2 6 4 8 അങ്ങനെ ഇതും റെഗുലർ ഓർഡറിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് കാണും. 2ലാണ് എൻഡ് ചെയ്യണമെങ്കിൽ. 8ലാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. 8ൽ എൻഡ് ചെയ്യുന്ന വാല്യൂവിനും ഇതേ പാറ്റേൺ ആണ് നമ്മൾ ഇതേ നമ്പേഴ്സ് ആണ്, പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും. ഇതേ നമ്പേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരിക. ഇനി 3ഉം 7ഉം ഒരേ ട്രെൻഡാണ് കാണിക്കുക. 3ൽ എൻഡ് ചെയ്യുന്ന വാല്യൂവും 7ൽ എൻഡ് ചെയ്യുന്ന വാല്യൂവും nth ടൈം നമ്മൾ പവർ എടുത്താൽ അത് ഇതും ഈ ക്രമത്തിലല്ല, 1 3 7 9 ആ 4 നമ്പേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുക. ബട്ട് ഡിഫറെന്റ് ഓർഡർ ആണ്. ഓർഡർ 3ന് ഒരു ഓർഡർ ആയിരിക്കും, 9ന് 7ന് ഒരു ഓർഡർ ആയിരിക്കും. ആ 4 സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് ആണെന്നുള്ളത് ഓർക്കുക. 7 9 പറഞ്ഞ മനസ്സിലായല്ലോ. ഈ 4 നമ്പറുകളും മാറി മാറി വരും. ഇതിന് ഡിഫറെന്റ് ഓർഡർ ഫോർ 3 and 7. അപ്പൊ ഈ 2 ഈവൺ നമ്പറിന് ഈവൺ നമ്പറിൽ എൻഡ് ചെയ്യും, ഈ 2 ഓഡ് നമ്പറിന് ഓഡ് നമ്പറിലാണ് എൻഡ് ചെയ്യുന്നത്. 4ൽ എൻഡ് ചെയ്യണമെങ്കിൽ 4 4 6 4 6 4 4 16 16 4 64 കണ്ടോ. അപ്പോൾ 6 4 6 4 6 4 എന്നാണ് റിക്കർ ചെയ്ത് വരിക. 5ൽ എൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. 5 25 25 125 125 ഇൻറ്റു 5 വീണ്ടും 5ൽ എൻഡ് ചെയ്യും. ആൻഡ് സോ ഓൺ. അപ്പം എന്താ? 5ൽ എൻഡ് ചെയ്യുന്ന 5ൽ തന്നെ എൻഡ് ചെയ്യും. 6ആണെങ്കിലും 6ഉം അതേ ട്രെൻഡ്. 6 6 36 36 ഇൻറ്റു 6 216 ആൻഡ് സോ ഓൺ. അപ്പോൾ 6ലുള്ളത് 6 തന്നെ എൻഡ് ചെയ്യുള്ളൂ. 9ൽ എൻഡ് ചെയ്യുന്നതിന് 1ലും എൻഡ് ചെയ്യുക. 9 9 81
വീണ്ടും ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 9 ഇൻറ്റു 1 9 എന്ന് വരില്ലേ? അപ്പോൾ 9 എൻഡ് ചെയ്യണം 1 9 എന്നാണ് റിക്കർ ചെയ്യുക. 0 എൻഡ് ചെയ്യണം എപ്പോഴും n ടൈംസ് എടുത്താൽ 0 തന്നെ എൻഡ് ചെയ്യും അല്ലേ? ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ പെട്ടെന്ന് അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മളത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റനിൽ ഒക്കെ ഏതെങ്കിലും ആണെങ്കിൽ 1ൽ എൻഡ് ചെയ്യുന്ന സംഖ്യ ഒരിക്കലും 8ൽ എൻഡ് ചെയ്യില്ല. ഇനി ശരിക്കും പറഞ്ഞാൽ 8ൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാ? 3 വരെ, അതിൻ്റെ ഫാക്ടറൈസേഷനിൽ 3 വന്നാൽ അതിനുള്ള സാധ്യതയുണ്ട്. വന്നുകൊണ്ട് മാത്രം ആവണമെന്നില്ല, 3 വന്നാൽ അതിനുള്ള സാധ്യതയുണ്ട്, 7 വന്നാൽ സാധ്യതയുണ്ട്, 9 വന്നാലും സാധ്യതയുണ്ട് അല്ലേ? അതല്ലാതെ 11 ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം 11 എന്താ? പ്രൈം നമ്പറാണ് അല്ലേ? അപ്പോൾ ഈ കാര്യത്തിൽ 3, 7, 9 എന്നുള്ള സംഖ്യയിൽ മാത്രമാണ് 1ൽ എൻഡ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് അല്ലേ? 1ലാണെങ്കിൽ 1 9 1 3 9 7, ശരിക്കും പറഞ്ഞാൽ 4 ഓഡ് നമ്പർ, 5 ഇല്ല എന്ന് മാത്രം. 1 3 7 9 ഈ സംഖ്യകളിൽ എൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് റിസൾട്ട് 1ൽ എൻഡ് ചെയ്യാനുള്ള സാധ്യതയെങ്കിലും വരുന്നത്. 5ൽ എൻഡ് ചെയ്യുമ്പോൾ അതില്ല, ആ ഓഡ് നമ്പർ ഇല്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഉത്തരം കണ്ണും പൂട്ടി പറയാം, എന്താ? നെവർ എൻഡ്സ് ഇൻ 8. ശരിയല്ലേ? 1ൽ മാത്രമേ എൻഡ് ചെയ്യുള്ളൂ. 8 എന്നല്ല, ഏത് വേറെ നമ്പർ വെച്ചാലും ഉത്തരം നെഗറ്റീവാണ്. 1ൽ എൻഡ് ചെയ്താൽ മാത്രമേ അത് റിസൾട്ടും 1ൽ എൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് LCMഉം HCFുമാണ്. എന്താണ് LCM? എൻ്റെ ബ്രോഡ് ഫോം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതിന് GCD എന്നും പറയും, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മളിപ്പോൾ 2 വാല്യൂവിൻ്റെ LCM ആണ് പറയണതെന്ന് കരുതുക. എത്ര വാല്യൂവിൻ്റെ LCM പറയാം? ഇപ്പോൾ 2 വാല്യൂവിൻ്റെ LCM ആണ് പറഞ്ഞതെങ്കിൽ ആ 2 വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ വരാത്ത ഏറ്റവും ചെറിയ വാല്യൂ, അതിനെയാണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ LCM എന്ന് പറഞ്ഞൊരു ന്യൂമറേറ്റർ വാല്യൂ ആയിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ അതിനെ നമ്മളുടെ കയ്യിലുള്ള 2 വാല്യൂ കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് അപ്പോൾ നമ്മുടെ 2 വാല്യൂ ഡിനോമിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ഹോൾ നമ്പർ ആയിട്ടാണ് കിട്ടേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? കാരണം 2 വാല്യൂയും അതിൽ കൃത്യമായിട്ടൊരു ഡെഫിനിറ്റ് നമ്പർ ടൈംസ് പോവും, റിമൈൻഡർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ വാല്യൂവിനെയാണ് നമ്മൾ ലീസ്റ്റ് അഥവാ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു സാധ്യമായ ഏറ്റവും ചെറിയ സംഖ്യയാണ്, അതുകൊണ്ടാണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ള പേര് വന്നത്. നേരെ മറിച്ചിട്ട് HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. 2 സംഖ്യയിലും പോകുന്ന ഏറ്റവും വലിയ വാല്യൂ ആണത്. ആദ്യത്തത് 2 സംഖ്യയും പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ. HCF എന്ന് പറഞ്ഞാൽ 2 സംഖ്യയിലും പോകുന്ന ഏറ്റവും വലിയ സംഖ്യ. ശ്രദ്ധിക്കുക വ്യത്യാസം. 2 സംഖ്യയും പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 2 സംഖ്യയിലും, 2 സംഖ്യയും എന്നാണ് ആദ്യത്തെ പറഞ്ഞ, രണ്ടാമത്തെ പറഞ്ഞാൽ 2 സംഖ്യയിലും പോകുന്ന ഏറ്റവും വലിയ സംഖ്യ. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഉദാഹരണം പറയുമ്പോൾ കൂടുതൽ വ്യക്തമാവും. അപ്പോൾ ഞാൻ 2 വാല്യൂ, ഒരു റാൻഡമായിട്ട് 2 വാല്യൂ എടുത്തു. 15ഉം 245ഉം എടുത്തു. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇനി ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ, ഇത് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെ കംപ്ലീറ്റ് ഫാക്ടറൈസ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് പ്രൈം നമ്പേഴ്സ്. അപ്പം ഞാൻ 15ൽ നോക്കി, ആദ്യം 3 പോവും, 3 5 തവണ പോവും. ഇനി ഫർദർ ഒന്നും ചെയ്യാനില്ല, അപ്പോൾ 3ഉം 5ഉം ആണ് അല്ലേ? അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ 3 × 1 × 5 × 1 ആണ്. അതവിടെ നിൽക്കട്ടെ. ഇനി 245നെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ്. ആദ്യം 5 കൊണ്ട് 2 പോവില്ല, 5ഉം 4ഉം 9ഉം 2ഉം 13ഉം 3ഉം പോവില്ല. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കൃത്യം 49 തവണ എന്ന് കിട്ടി. 49 കണ്ടാൽ തന്നെ നമുക്കറിയാം അത് 7 × 7 49 ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ 5 പിന്നെ 7 പിന്നെ 7. അപ്പോൾ എനിക്ക് 245 സമാണ് 5 × 1 7 × 2 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി ഞാനപ്പോൾ നോക്കി, ഇതിൻ്റെ ഫാക്ടറൈസേഷനിൽ എൻ്റെ ബേസ് 3ഉം 5ഉമാണ്. ഇതിൻ്റെ ഫാക്ടറൈസേഷനിൽ എൻ്റെ ബേസ് 5ഉം 7ഉമാണ് അല്ലേ? 5 2ലും ഉണ്ട്, എന്നാൽ 3 ഇതിൽ മാത്രമേ ഉള്ളൂ, 5 ഇതിലും മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ, ഇതിനെ 2ലും സെയിം ബേസ് വരുന്ന രീതിയിൽ ഒന്ന് എഴുതുകയാണേ. ശ്രദ്ധിക്കൂ, 3 × 1 5 × 1.
ഇവിടെ 7 ഇല്ലല്ലോ, പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇവിടെ 7 ഉള്ളത് കൊണ്ട്. ഇൻറ്റു 7 ടു ദ പവർ 0 എന്ന് എനിക്ക് എഴുതിക്കൂടെ? ശരിയല്ലേ? ഇനി അവിടെയോ? ഇവിടെ 5ഉം 7ഉം ഉണ്ട്, എന്നാൽ 3 ഇല്ല. അപ്പൊ ഇവിടെയും എനിക്ക് 3 എന്നുള്ള ബേസ് കിട്ടണം. അപ്പൊ 3 ടു ദ പവർ 0 ഇൻറ്റു 5 ടു ദ പവർ 1 ഇൻറ്റു 7 ടു ദ പവർ 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ രണ്ടിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്തു, സോ ദാറ്റ് ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം ബേസസ്, സെയിം സെറ്റ് ഓഫ് ബേസസ് അല്ലേ. ഇനി നോക്കൂ, LCM കാണാനുള്ള വഴി, എളുപ്പ വഴി. LCM എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവേഴ്സ് എടുക്കുക. പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവേഴ്സ് എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നോക്കൂ. ഇവിടെ 3ന്റെ പവർ ഇവിടെ 1 ഇവിടെ 0 അല്ലേ. അപ്പൊ ഗ്രേറ്റസ്റ്റ് പവർ 3 ടു ദ പവർ 1 അല്ലേ. അപ്പൊ 3 ടു ദ പവർ 1 എടുത്തു. ഇനി 5ന്റെ പവർ നോക്കി, ഇതിലും 1 ഇതിലും 1. അപ്പൊ അത് കോമൺ ആയതുകൊണ്ട് 5 ടു ദ പവർ 1 എന്ന് എടുത്തു. 7ന്റെ പവർ നോക്കി, ഇവിടെ 0 ഇവിടെ 2. അപ്പൊ 2 ഹയർ പവർ, അപ്പൊ ഇൻറ്റു 2 എന്ന് എടുത്തു. അപ്പൊ എനിക്ക് LCM ആയിട്ട് കിട്ടുക പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവേഴ്സ് ഓഫ് ഈച്ച് ബേസ്. അത് 3 ടു ദ പവർ 1 ഇൻറ്റു 5 ടു ദ പവർ 1 ഇൻറ്റു 7 ടു ദ പവർ 2 എന്ന് വന്നു. അത് മൾട്ടിപ്ലൈ ചെയ്താൽ 735 എന്ന് കിട്ടും. അതാണ് LCM. ഓക്കെ, 735 LCM. ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓർ GCD കിട്ടാൻ പ്രൊഡക്റ്റ് ഓഫ് ലോവസ്റ്റ് പവേഴ്സ് ആണ് എടുക്കേണ്ടത്. പ്രൊഡക്റ്റ് ഓഫ് ലോവസ്റ്റ് പവേഴ്സ് എടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ നോക്കുകയാണ്. 3 ടു ദ പവർ 1 3 ടു ദ പവർ 0. അപ്പൊ ഞാൻ 3 ടു ദ പവർ 0 എടുക്കേണ്ടത്. 5 ടു ദ പവർ 1 5 ടു ദ പവർ 1. രണ്ടും 5 ടു ദ പവർ 1 ആണെങ്കിൽ അത് ഗ്രേറ്റസ്റ്റും ലോവസ്റ്റും അത് തന്നെയല്ലേ. അപ്പൊ 5 ടു ദ പവർ 1. 7 ടു ദ പവർ 0 7 ടു ദ പവർ 2. 0 ലോവസ്റ്റ് അല്ലേ. അപ്പൊ 7 ടു ദ പവർ 0. അപ്പൊ 3 ടു ദ പവർ 0 ഇൻറ്റു 5 ടു ദ പവർ 1 ഇൻറ്റു 7 ടു ദ പവർ 0 എന്ന് പറഞ്ഞാൽ 5 ടു ദ പവർ 1 തന്നെയാണ്. അഥവാ 5 ആണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ 5 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് LCMും കിട്ടി, HCFും കിട്ടി. യാന്ത്രികമായിട്ട് ആ ടെക്നിക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. ഇനി എന്താ ഇതിൻ്റെ പൊരുളെന്താ? ഈ 735 LCM എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡേഴ്സ് ഒന്നും പോലെ കൃത്യമായിട്ട് അതിൽ പോകും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. 245 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കൃത്യമായിട്ട് അതിൽ പോകും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. കൃത്യമായിട്ട് പോകും, ബാലൻസ് റിമൈൻഡർ ഒന്നും വരില്ല. ഈ 735 താഴെ ഉള്ള ഒരു വാല്യൂവിലും ഇത് രണ്ടും കൃത്യമായി പോവില്ല എന്നും കൂടി അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അതിന് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ള പേര് വന്നത്. ഈ 735 താഴെ ഒരു വാല്യൂവിലും 15ഉം 245ഉം കൃത്യമായിട്ട് പോകുന്ന ഒരു കോമൺ വാല്യൂ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നോക്കൂ, 5 ആണ്. അതായത് ഈ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാവുന്ന ബിഗ്ഗസ്റ്റ് സംഖ്യ എന്ന് പറഞ്ഞാൽ 5 ആണ്. വേറെ അപ്പം ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ റിമൈൻഡർ ഉണ്ടാവില്ല, ഇവിടെ റിമൈൻഡർ ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. പറഞ്ഞ മനസ്സിലല്ലേ. അപ്പോൾ അതിനേക്കാൾ വലിയൊരു സംഖ്യ ഇല്ല അങ്ങനെ ഡിവൈഡ് ചെയ്യാവുന്ന. പറഞ്ഞ മനസ്സിലായല്ലോ. ഇതിനേക്കാൾ വലിയ ഒരു കോമൺ ഡിവൈസറും അവിടെ ഇല്ല എന്ന് അർത്ഥം. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർക്കുക. ഇത് ബലത്തിൽ ന്യൂമറേറ്റർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതൊരു ന്യൂമറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഇതൊരു 5 എന്നുള്ള ഡിനോമിനേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം ഇതിലെത്ര തവണ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വാല്യൂവിന് നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. ഈ വാല്യൂവിന് നമ്മൾ 245 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും അല്ലേ. ഇനി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴോ ഈ വാല്യൂവിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, ഈ വാല്യൂവിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പൊ ഇവിടെ ഇത് ഡിവൈസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ പേര് തന്നെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നാണ് അല്ലേ. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇത് ഡിനോമിനേറ്റർ ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക, ഇവിടെ ഇത് ന്യൂമറേറ്റർ ആയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ LCMും HCFും തമ്മിൽ തറോ ആയിട്ടുള്ളൊരു ബോധം നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ എനി നമ്പർ ഓഫ് സിമിലർ പ്രോബ്ലം നമുക്ക് ചെയ്യാം. പറഞ്ഞ മനസ്സിലായല്ലോ. ഈ ഒരു ഇക്വേഷൻ LCM ഞാൻ പറഞ്ഞു എത്ര എണ്ണത്തിന് വേണമെങ്കിൽ കാണാൻ പറ്റും. 2 എണ്ണം ഉള്ളപ്പോൾ മാത്രമല്ല, അതേമാതിരി HCFും അതെ, എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് HCF കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ 2 എണ്ണം ഉള്ളപ്പോൾ മാത്രമാണ് ഈ 2 ഇക്വേഷൻസ് വർക്കാവുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ. 2 പ്രൊഡക്റ്റ് ഓഫ് 2 വാല്യൂസ് വരുമ്പോൾ മാത്രമേ ഈ ഒരു റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങളാണ് നമ്മളോട് ചോദിക്കുക. ഓക്കെ.